ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് രാത്രി 8 മണിക്ക് വന്നു ചേരുന്ന സൂര്യഗ്രഹണത്തിൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വൻ ദുരന്തമാണ് സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി തെറ്റിപ്പിണയുകയും ചെയ്യും. സൂര്യഗ്രഹണം ഇന്ന് ലോകത്തിലെ പല കോണുകളിലും ദൃശ്യമാകും. 50 വർഷത്തിന് ശേഷമുണ്ടാകുന്ന ആദ്യ സൂര്യഗ്രഹണമാണ് ഇന്ന് രാത്രി 8 മണിക്ക് സംഭവിക്കുവാൻ പോകുന്നത്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ നിഴൽ വീഴ്ത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. ഈ സമയത്ത് പകൽ സമയത്ത് പോലും വൈകുന്നേരത്തിൻ്റെയും പ്രഭാതത്തിൻ്റെയും ആ ഒരു കണക്ക് വന്നു ചേരും. ശാസ്ത്രലോകം ഏറെ ആകാംക്ഷയോടെയാണ് ഈ സൂര്യഗ്രഹണത്തെ കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല. അമേരിക്ക, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ സൂര്യഗ്രഹണം ദൃശ്യമാവുക. ഇന്ന് രാത്രി 8 മണി മുതലാണ് സൂര്യഗ്രഹണം ആരംഭിക്കുന്നത്. ഏപ്രിൽ 9 രാവിലെ വരെയാണ് ഈ വർഷത്തെ സൂര്യഗ്രഹണ സമയം. സൂര്യഗ്രഹണത്തോടെ ചില നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുകയും മറ്റു ചില രാശിക്കാരുടെ ജീവിതം വളരെയധികം ദുഷ്കരമായി തീരുകയും ചെയ്യും. ഇന്നത്തെ സൂര്യഗ്രഹണം ഏറെ പ്രധാനപ്പെട്ടതാണ്. മഹാസൂര്യഗ്രഹണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ദിവസം രാത്രി തുടങ്ങി നാളെ രാവിലെ 9 മണി വരെയാണ് ഗ്രഹണ സമയം. ഗ്രഹണപ്രകാരം ചില നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളും ചിലർക്ക് ദോഷഫലങ്ങളും വന്നു ചേരും. എന്നാൽ ചിലർക്ക് ഗ്രഹണശേഷം നല്ലത് വരികയും ചെയ്യും. ഗ്രഹണ സമയത്ത് ദോഷമാകും ചിലർക്ക് വരുന്നത്. ഗ്രഹണ സമയത്തിന് ശേഷം ദോഷം മാറുകയും ചെയ്യും. ഓരോ നക്ഷത്രക്കാർക്കും ഗ്രഹണശേഷത്തെക്കുറിച്ചുള്ള ഫലങ്ങളാണ് ഇനി ഞാൻ വിവരിക്കുന്നത്. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാരാണ്. അശ്വതിക്ക് ഈ ഗ്രഹണം ധനപരമായ ഉയർച്ച വന്നു ചേരും. ഭരണിക്കും ഗുണകരമായ അവസ്ഥയാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഭാഗ്യത്തിന്റെ ഗുണഫലം നിറഞ്ഞ ഗ്രഹമാണ് ഇത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം മൂലം നല്ല ഫലമായിരിക്കും വന്നു ചേരുന്നത്. സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി വന്നു ചേരും. ധനാഭിവൃദ്ധി ഇവരെ തേടിയെത്തും. നേതൃസ്ഥാനം നിങ്ങൾക്ക് ലഭ്യമാക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഗ്രഹണം പൊതുവെ ദോഷസമയമാണ്. ഒരുപാട് രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുകയും ചെയ്യും. ഗ്രഹണം കഴിഞ്ഞാലും ഇത് തുടരുക തന്നെ ചെയ്യുന്നതാണ്. അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഇത് അശുഭകരമായ സമയമാണ്. വളരെയധികം ദുഃഖങ്ങളും മനപ്രയാസവും വന്നു ചേരുന്ന സമയമാണ് ഇത്. ഈ നക്ഷത്രക്കാർ ശിവനെയും അയ്യപ്പനെയും ഭജനം നടത്തുന്നത് മൂലം വളരെയധികം ഗുണം ചെയ്യും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണ സമയം വളരെയധികം ദോഷകരമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങൾക്ക് വളരെയധികം വരുമാന ഇടിവ് സംഭവിക്കും. കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഗ്രഹണത്തിന് ശേഷവും ഇത് തുടരുന്നതാണ്. പുണർദത്തിന് ശുഭകരമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും വീണ്ടെടുക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂയം, ആയില്യം, മകം, പൂരം നക്ഷത്രക്കാരാണ്. പൂയത്തിന് ഇത് പൊതുവെ ശുഭകരമായ സമയമാണ്. നിങ്ങൾക്ക് വീട്, വാഹനം, ധനാഭിവൃദ്ധി എന്നിവ വന്നു ചേരും. ആയില്യം നാളുകാർക്ക് ഈ ഗ്രഹണം ഏറെ നല്ലതാണ്. നല്ല ദിവസങ്ങളാണ് നിങ്ങളെ ഇനി തേടിയെത്തുവാൻ പോകുന്നത്. മകം നക്ഷത്രക്കാർക്ക് ശുഭകരമാണ്. മംഗള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കാര്യവിജയം, കർമ്മവിജയം, വിദ്യാഭ്യാസ വിജയം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. പൂരത്തിന് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമാണ്. നിങ്ങളുടെ ഈ ഗ്രഹണം വന്നു ചേരുന്നത് മൂലം നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നാളുകാർക്ക് വളരെ ശുഭകരമായ സമയമാണ് ഇന്ന് രാത്രിയോടുകൂടി വന്നു ചേരുന്നത്. നിങ്ങൾക്ക് യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ വലിയ ഉയർച്ചയിലേക്കാണ് നിങ്ങളിനി എത്തിച്ചേരുന്നത്.
നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച വന്നു ചേരും. വളരെയധികം സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് നിങ്ങളെ ഇനി തേടിയെത്തുക. അത്തത്തിന് ദോഷകരമായ സമയമാണ് വരുന്നത്. പ്രത്യേകിച്ചും ഗ്രഹണം കഴിയുന്ന സമയം. ഗ്രഹണം കഴിഞ്ഞാൽ കുറേശ്ശെ നന്നായി വരും. അടുത്തത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരാണ്. ചിത്രക്കാർക്ക് അപ്രതീക്ഷിതമായ പരാജയം വന്നു ചേരും. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. ചോതിക്ക് ഏറെ ദോഷമാണ്. സാമ്പത്തിക പരാജയം, മനക്ലേശം, വഞ്ചിക്കപ്പെടുവാൻ സാധ്യത എന്നിവ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിശാഖം നാളുകാർക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായും കുടുംബപരമായും നിങ്ങൾക്ക് നല്ല ഒരു കാലമാണ് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് അനിഴം, തൃക്കേട്ട, മൂലം നക്ഷത്രക്കാരാണ്. അനിഴം നാളുകാർക്ക് നല്ല ഫലമാണ് വന്നു ചേരുന്നത്. വിജയകരമായ ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നത്. ശത്രുനാശം, സന്താന ഭാഗ്യം, കുടുംബ സൗഖ്യം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ധനാഭിവൃദ്ധി ഉണ്ടാകും. തൃക്കേട്ടക്കാർക്ക് ഉദ്ദിഷ്ടമായ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചെടുക്കുവാൻ സാധിക്കും. സൗഭാഗ്യങ്ങളുടെ ദിവസമാണ് നിങ്ങൾക്ക് വരുന്നത്. സന്തോഷം വരുന്ന പല യാത്രകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. മൂലം നക്ഷത്രക്കാർക്ക് ഏത് മേഖലയിലും കൈവച്ചാൽ വിജയിക്കുവാൻ സാധിക്കും. ഇവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നു തന്നെ പറയാവുന്നതാണ്. വളരെ ഭാഗ്യം നിറഞ്ഞ സമയമാണ് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നത്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക്. അടുത്തത് പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് നല്ല ഫലമാണ് വന്നു ചേരുന്നത്. വിജയവും നേട്ടവുമെല്ലാം നിങ്ങളെ തേടിയെത്തും. മംഗളമായി വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി മാറും. ഉത്രാടക്കാർക്ക് ഗ്രഹണ സമയം ദോഷവും കഴിഞ്ഞാൽ പിന്നെ നല്ല കാലമാണ് വന്നു ചേരുന്നത്. ഗ്രഹണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഗ്രഹണം നടക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ വേണം. തിരുവോണക്കാർക്ക് ഭാഗ്യക്കേട് കൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കാര്യതടസ്സം പോലുള്ള എല്ലാവിധ ക്ലേശങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടാവും. അവിട്ടം നാളുകാർക്കും നല്ലതല്ല. ഇവർക്ക് പല രീതിയിലുള്ള രോഗാവസ്ഥകൾ വന്നു ചേരും. നിങ്ങൾക്ക് ഇനി നഷ്ടങ്ങളുടെ ഒരു സമയമാണ് വന്നെത്തുന്നത്. വളരെ ശ്രദ്ധിക്കുന്നതും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ കഷ്ടതകളെല്ലാം ഒഴിഞ്ഞു പോകുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. ചതയം നാളുകാർക്കും ഇത് നല്ല സമയമല്ല. ഇത് നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെയധികം മനപ്രയാസം വരുന്ന സമയമാണ് ഈ ഗ്രഹണം മൂലം നിങ്ങൾക്ക് വന്നു ചേരുക. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യത്തിന്റെ ദിവസമാണ്. സ്ഥാനമാറ്റം, ജീവിതത്തിൽ വലിയ ഉയർച്ച എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഗ്രഹണശേഷം നല്ല ഉയർച്ചയാണ് നിങ്ങൾക്കിനി ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ഉത്രട്ടാതിക്കും നല്ല ഫലമാണ് ഗ്രഹണശേഷം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യവിജയവും വിദ്യാവിജയം, ശത്രുനാശവും ഇവയെല്ലാം വന്നു ചേരും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ്. രേവതിക്കും ഗുണകരമായ ഫലമാണ് പ്രദാനം ചെയ്യുന്നത്. വിജയമുണ്ടാകും. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ രേവതി നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത്. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹവും കടാക്ഷവും ഈ സൂര്യഗ്രഹണം മൂലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.